ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ ഞങ്ങള് പോലീസുകാർ ഇവിടെ എക്സൈസുകാർ മുഴുകാനോ? ഈ വാറ്റിയാറാവ് എന്ന് പറയുന്ന സമൂഹത്തിന് വിഭക്തമായിട്ടൊരു സാധനം അറിയാൻ കൊടുക്കാം. എടാ ഈ വാറ്റിയാറാവ് കുടിച്ചു കഴിഞ്ഞാൽ കരള് പോവും, ചങ്ക് പോവും, മത്തങ്ങ എല്ലാം കൂടെ പോവും. കള്ളവാട്ടം ഉണ്ടാക്കിയേക്കുന്നത് എന്താണ് നീ കള്ളവാട്ടം ഉണ്ടാക്കിയത്? സാറേ നമ്മുടെ നാട്ടിൽ ഉത്സവം ഉണ്ടല്ലോ, ഉത്സവം. ഉത്സവത്തിന്റെ കള്ളവാട്ടാണ് നിങ്ങൾ അവിടെ കൊടുക്കുന്നത്? അതല്ല, പിന്നെ നീണ്ട ഇരുന്ന് ചിറ്റപ്പനും മാമിയും കുഞ്ഞുമക്കളൊക്കെ വരും ഉത്സവത്തിന്. അപ്പൊ അവർക്ക് ആഹാരം കൊടുക്കണമല്ലോ. ആഹാരത്തിന് അല്ല, ആഹാരത്തിന് ഞാൻ ഒറ്റ അടുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ കലമൊക്കെ നിരത്തി വെച്ച് ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി. ആഹാരം ഉണ്ടാക്കുമായിരുന്നു? അതിനാണോ 3 കലം പറ്റി നീ ആഹാരം? താഴെ ചോറ്, മുകളിൽ സാമ്പാർ, ഏറ്റവും മുകളിൽ മറ്റേ അവിയല്. ഇടയിൽ കൂടെ ഒരു നൂല് പോലത്തെ ഒരു വയാറ് കിടപ്പുണ്ടായിരുന്നു. കഞ്ഞോളം വേണ്ടേ? കഞ്ഞോളം ഊറ്റിയെടുക്കാൻ വേണ്ടി, കഞ്ഞിവെള്ളം ഊറ്റാൻ വേണ്ടി നിൽക്കുവായിരുന്നു. കഞ്ഞിവെള്ളം. സാറേ ഇവന് കള്ളവാറ്റ് മാത്രല്ല MDMA കൂടിയാണ്. സോറി സാർ, എന്നോട് ക്ഷമിക്കണം, അറിയാതെ പറ്റിപ്പോയതാണ്. ഒരു MDയൊക്കെ ഇങ്ങനെ വന്നിരുന്നു വാറ്റുകയെന്ന് പറഞ്ഞ നാണക്കെട്ട പരിപാടിയല്ലേ അത്? അയ്യോ അതല്ലെന്ന്, ഇവൻ മയക്കുമരുന്നിന്റെ ബിസിനസ് ഉണ്ട് ഇവന്. അത് ശരി, നിനക്ക് ചാരാൻ പോയിട്ട് നിനക്ക് മയക്കുമരുന്ന് കൂടെ ഉണ്ടല്ലോ. പിന്നെ മയക്കുമരുന്ന് ഉണ്ടാക്കാൻ നിൽക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സാർ. കറക്റ്റ് ടൈമിലാണല്ലോ പുള്ളി വന്നത്. അല്ലേ, അളിയന്റെ കല്യാണം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് എന്താ പോന്നേ? അയ്യോ, എന്നെ പോലെ സത്യസന്ധന ഉദ്യോഗസ്ഥന് അങ്ങനെ വീട്ടിൽ ഇരിക്കാൻ പറ്റുമോ? എല്ലായിടത്തും കഞ്ചാവ്, മയക്കുമരുന്ന്, ഞാൻ അങ്ങനെ അടങ്ങി വീട്ടിലിരിക്കും? അതാണ്, അങ്ങനെ വേണം. ഇതുപോലുള്ള ആളുകളാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടത്. കാണണോ, ഈ സേനയുടെ അഭിമാനമുള്ളി, അഭിമാനം. അതാണ് 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 എടുത്തൊരു കാര്യം ചെയ്യും. താനും എന്റെ മാസ്ക് എടുത്തുണ്ടോ? ഈ എനിക്കും വയ്യ. അവന്റെ മാസ്ക് എനിക്കുള്ള കൊറോണ ആവത്തില്ലയോ? എടോ, മാസ്ക് എടുത്തോണ്ട് വരാനല്ലോ, അവന്റെ മാസ്റ്റർ എഴുതാനാ പറഞ്ഞത്. സാറേ ഞാൻ അപ്പൊ തൊണ്ടി മുതൽ ഇങ്ങ് എടുത്തിട്ട് വരാം. അത് എടുത്തുണ്ടോ? നിനക്കൊണ്ടുള്ളതുകൊണ്ട് കേട്ടോ, തരാം. ഈ സാധനം നാളെ രാവിലെ കോടതി കൊണ്ട് ഹാജരാക്കി കഴിയുമ്പോ നീ ഇനി മാറ്റണോ വേണ്ടോ എന്നുള്ള കാര്യം ഞാൻ തീരുമാനിക്കാം കേട്ടോ. സാറേ ഇതൊന്ന് മണപ്പിച്ചു നോക്കിയേ. നല്ല പ്ലാസ്റ്റിക്കിന്റെ മണം. എന്തോന്ന്? അല്ല, പച്ചവെള്ളത്തിന് മണമല്ലേ ഇത്? പച്ചവെള്ളമാണോ മാറ്റിയത്? അല്ല, ഇവിടെ ഈ പച്ചവെള്ളമാണോ ഞാൻ ഇനി കോടതി കൊണ്ട് കാണിക്കട്ടെ? ജഡ്ജിയുടെ മുന്നിൽ ഇവനെ വാറ്റിയാരത്തിന് പൊക്കിയതല്ലേ? ഈ പച്ചവെള്ളമാണോ ഞാൻ കോടതി കൊണ്ട് കാണിക്കും? എന്തിനാ ഇതിനകത്തിരുന്ന് വാറ്റിയാരം? നീ എടുത്തില്ലെന്നോ? നിങ്ങളല്ലേ പിടിച്ചത്? സത്യം പറ, ഇതിനകത്തിരുന്ന് വാറ്റിയാരാ? ഞാൻ എടുത്തില്ല. എന്റെ ദൈവമേ, ഞാനിത് ഞാനോട് എന്ന് പറയും. ഈ പച്ചവെള്ളം പുള്ളി ഡ്യൂട്ടിയിലുണ്ടായിരുന്നു, ചോദിച്ചോക്കെ. ഇതിനകത്തിരുന്ന് വാറ്റിയാരാ എത്തിയോളൂ? അളിയന്റെ കല്യാണം ആയിരുന്നല്ലോ. അളിയന്റെ കല്യാണത്തിന് ഒക്ടോബർ 2-ാം തീയതി അളിയന്റെ കല്യാണം, 1-ാം തീയതി സിവിൽ അവധി. 2 ദിവസം സിവിൽ അവധി അല്ലയോ? നിങ്ങൾക്ക് വരുമ്പോ ഞാൻ സാധനം പിന്നെ എവിടെ എടുത്ത് തരും? ഞാൻ ഈ വാട്ടെടുത്തൊന്ന് മറിച്ച്. എന്താടാ ഇല്ല, ഈ വാട്ടെടുത്ത് മറിച്ചത് ജഡ്ജിയുടെ മുന്നിൽ ഞാൻ എന്തോ പടം കൊണ്ട് കാണിക്കുവാനാ? അല്ലാത്തതിനകത്ത് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവനെ കൊണ്ടങ്ങ് മാറ്റിച്ചാലോ? ഇവനെ കൊണ്ടങ്ങ് മാറ്റിച്ചാലോ? നല്ല ഐഡിയ സർ. എന്തായാലും നമുക്ക് പ്രൂഫ് അല്ലേ വേണ്ടത്? അങ്ങനെയൊക്കെ ഒരു പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു എക്സൈസ് ഓഫീസ് ഒക്കെ ആകുമ്പോ നമ്മൾ ചുമ്മാ അതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തല്ലിന്ന് പിടിച്ചെന്നൊക്കെ ഇരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയാണോ ഉടനെ അങ്ങ് പിണങ്ങി മുഖവും പേരിപ്പിച്ചിരിക്കുവാണോ ചെയ്യുന്നത്? എന്നെ ഒന്ന് സഹായിക്കണം. എങ്ങനെ സഹായിക്കാം? ഇത് വാറ്റുകാരായ ഉണ്ടാക്കണം. വാറ്റുകാരെ ഞാൻ ഉണ്ടാക്കാനാ? ഇതിനകത്തിട്ടാ വീണ്ടും പിടിച്ച് ആത്തടാൻ വേണ്ടിട്ടല്ലേ? അപ്പോ അവിടെ നിന്നുണ്ട് ഇത്തിരി വാറ്റുകാരാ ഉണ്ടാക്കിന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ ഇവിടെ ലോകം വന്നെ മറിഞ്ഞു വീഴാൻ പോണം. എന്തൊരു സ്നേഹം നോക്കിയാണ്. അല്ല, നേരത്തെ എന്തൊക്കെ പറഞ്ഞല്ല? അത് ചുമ്മാ വാറ്റ് കരളും കൂമ്പൊക്കെ ഇല്ലതാക്കുമെന്ന്. നീ ഉണ്ടാക്കണ ആവശ്യമുള്ള കുടിച്ചിട്ട് അവന്റെ മൂമ്പും കരളും പോകുന്നത് നമുക്ക് തന്നെ. അത് നീ എന്റെ കൊച്ചോടണം. എനിക്ക് സാർ ഇടിച്ചപ്പോ പറഞ്ഞല്ല നിയമ ലംഘനമാണ് വാറ്റുണ്ടാക്കുന്നത്. എടാ, ഈ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തിനാ? ലംഘിക്കാൻ. ഈ നിയമം ഇല്ലെങ്കിൽ നമുക്ക് ലംഘിക്കാൻ പറ്റുമോ? സത്യം, നിയമം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ലംഘിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇച്ചിരി വാറ്റുചാരായോ സമൂഹത്തെ നശിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞല്ലേ നേരത്തെ ഇടിച്ചപ്പോൾ? എടാ, അതൊക്കെ എന്റെ പൊന്നേ, ഒരു സാധനം കൈ കിട്ടാതിരുന്നപ്പോ വായിന്ന് വന്ന സാധനമാണ്. അതിലൊന്നും കഥയില്ല. ഒരു കാര്യം ചെയ്യും, എന്റെ ഒരു അവസ്ഥ കൊണ്ടാവും രാവിലെ കോടതി കാണിക്കണം. ഈ വാറ്റുകാരാവില്ലെങ്കിൽ എന്റെ തുപ്പി തെറിക്കുന്ന കേസ് എങ്ങനെയും ഒരു ശകലം വാറ്റുകാരെ എനിക്ക് ഉണ്ടാക്കി തരണം. നിങ്ങളുടെ എക്സൈസിന്റെ അഭിമാനം നിൽക്കുന്നു. അഭിമാനം? അവൻ എക്സൈസിന് അപമാനം. അവൻ ദൈവത്തെ ഓർത്ത് തന്റെ സാധനമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഉണ്ടാക്കാം, പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്. എന്ത് ഡിമാൻഡ് വേണം അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാ. എന്നാ ഉണ്ടാക്കാം. എന്താ ഡിമാൻഡ്? എന്നെ വെറുതെ വരണം. പിന്നെ വെറുതെ വിടാനോ? ഇവിടെ ഒരിക്കലും വെറുതെ വിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ല. വേറെ എന്തെങ്കിലും ഡിമാൻഡ്? എന്നാ ഒരു കാര്യം ചെയ്താൽ മതി, കുറ്റവിമുക്തരാക്കിയാ മതി. അത് വേണം ചെയ്യാം. സാറേ, ഈ കുറ്റവിമുക്തൻ എന്ന് പറഞ്ഞാൽ വെറുതെ വിടുവാ? അതൊന്നും പറ്റുമല്ലോ. വേറെ എന്തെങ്കിലും
പ്രഭു എന്നാ പിന്നെ വേറെ ആരെങ്കിലും വെച്ച് ഉണ്ടാക്കുന്നത് ഇല്ലടാ അങ്ങനെ പറയില്ലടാ ദൈവത്തെ ഓർത്ത് നീ എന്നെ എന്റെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്ക് ഇടോ നോക്കി നിൽക്കാതെ അവൻ എന്നാ ആവശ്യമുള്ള എടുത്തോട്ട് കൊടുക്ക് എടുത്തോട്ട് പോ എടുത്തോട്ട് ചെല്, 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 ചെല്. അതൊന്നും എടുത്തോണ്ട് വാ, മേഡം. വെള്ളം വെള്ളം കോരിക്കൊണ്ട് പറഞ്ഞോ ഒറ്റ വേണ്ട 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 പെട്ടെന്ന് എല്ലാം എടുക്ക് എല്ലാം എടുക്ക് ഞാനോട് പിടിക്കാം. ഇനി എന്നാലും വേണോ ഒരു പൈന്റ് കിട്ടോ ഞാൻ എനിക്ക് പൈറ്റ് മേടിച്ചു തരാം മര്യാദ കൊണ്ട് ഉണ്ടാകാതെ ഓർമ്മ അല്ല കുറച്ച് കോടയുണ്ട് അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് 2-3 എലി കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പം എലിയോ? സാറേ ഇവിടെ ഇവിടെ എലി സാറേ. ഓ എലി ഇല്ലാതെ മാറ്റാൻ എന്തെങ്കിലും മാർഗം കൊണ്ട് നോക്കണോ ഇതിട്ടായി ഈ scene- സാറേ അത് മയക്കുമരുന്നാ സാറേ, ഗ്ലൂക്കോസ് അല്ല. മരുന്നെങ്കിൽ മയക്കുമരുന്ന് താനിട് അയ്യോ സാറേ സാറേ തൊണ്ടി മുതലാ സാറേ. വണ്ടി പോലിനകത്ത് മയക്ക് പറ്റിട്ടാ നിനക്കല്ലടാ കുഴപ്പം സാറേ ഇത് കാണിക്കണ്ടേന്ന്. ധൈര്യമായിട്ടിട് പാറ്റാവല്ലോ വേണം ഇനി എന്റെ പേരിൽ വേറെ കാശ് എടുക്കാൻ വേണ്ടിട്ടാ സാറേ ഉള്ള സ്വയംഭ സാധനം കിട്ടട്ടെ 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 അടിപൊളി സാധനം ആയോന്ന് ചോദിച്ചു സാറേ. ഓ എത്ര നേരമായി ഇരുത്തിട്ട് കിട്ടിയിട്ട് ആയോന്ന് ചോദിച്ചു. അല്ല ട്യൂബ് കറക്റ്റായിട്ട് എടുക്കുക കറക്റ്റായിട്ട് ഇതിനകത്ത് പണ്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്ന സുഖമായിരുന്നു അല്ലേ പണ്ട് കാട്ടിലോ സിംഹം പോട്ട് പിന്നെ ആയിട്ടില്ല പിന്നെ പോയിട്ട് വാ. സാർ അയ്യോ സാർ സാറിന്റെ യൂണിഫോമില്ല പെട്ടെന്ന് ഇവിടെ യൂണിഫോമിലാണല്ലോ നിൽക്കുന്നത്. അല്ല സാർ ഞാനേ ടൂറ് പോകുന്ന വഴിക്ക് പെട്ടെന്ന് ഡ്യൂട്ടിക്ക് കയറി ഓടിക്കേറിയതാ. എന്നാ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞു വരുന്ന വഴിയാ. എന്താ ഇവിടെ എനിക്ക് ഇപ്പൊ അറിയാൻ ഇവിടെ എന്താ നടക്കുന്നതെന്ന്. പറയാൻ വരുമായിരുന്നേ ഇവന്റെ ബർത്ത്ഡേ അതുകൊണ്ട് ഒരു പായസം വെച്ചേക്കാന്ന് വെച്ചു ആയസോ 3 കലത്തിലാ. ഒരെണ്ണത്തി അരിപ്പായസം, ഒരെണ്ണത്തി പാൽപ്പായസം, ഒന്നത് കടലപ്പായസം. സത്യം പറയണം എന്താ നടക്കുന്നത്. സത്യം ഞാൻ പറയാം ഇതാണ് പൊങ്കൽ എന്തൊരു പങ്ക് ആൾവേസ് വെൽക്കം ഇതിലെന്തോ കള്ളത്തരമുണ്ട്. എന്റെ സാറ് നിന്റെ മുഖം കൊണ്ടാ അറിയാം. എന്തേലും പറ സാറേ. എവൻ ഇന്ന് ഞാൻ സസ്പെൻഡ് ചെയ്തു. ദൈവമേ ആ പേന എഴുതി. മേഡം എന്തേലും പറ, എല്ലാവരുടെ പണി പോവും. എന്റെ പണി പോകില്ലേ? ഞാൻ പറടാ. ടെൻഷൻ അടുപ്പിക്കും. സസ്പെൻഡ് നിന്നെ സസ്പെൻഡ് ചെയ്യും. എന്റെ സാറേ ഞാൻ പറയുന്ന സാറിന് കേക്ക് പറടാ. ഇവിടെ വെച്ചിരുന്ന വാറ്റുകാരായും കാണാനില്ല കാണാനില്ല. ഇവനാണ് ആ വാറ്റുകാരായും ഉണ്ടാക്കിയത് ആ. ഇവൻ തന്നെയാണോ ഉണ്ടാക്കിയെന്നറിയാൻ വേണ്ടിയിട്ട് ഇവനെ കൊണ്ട് ഞാൻ ആദ്യം തെറ്റി ഇവിടെ ഉണ്ടാക്കുമായിരുന്നു ആ, എങ്ങനുണ്ട് എന്റെ ബുദ്ധി കിടുക്ക് ബുദ്ധിയാണ്. അതാണ്. സൂപ്പറാണ്. ഇപ്പൊ എന്റെ പേടി എന്തെന്നറിയാമോ? എന്താ? ഇവ ഒരു പീഡന കേസിലെ പ്രതിയായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമെന്നായിരുന്നു. അതിന് സാറാ അത് ഞാൻ പറഞ്ഞുതരാടാ. യു ആർ സസ്പെൻഡഡ്. സാർ Yes.